ഹലോ. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് +1 ഒരു ഫോക്കസ് ഏരിയയുടെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഫോക്കസ് ഏരിയയിൽ വരുന്ന മെയിൻ ടോപ്പിക്സ് ഏതൊക്കെയായിരിക്കും അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്കഷൻ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. ഇത് കാണാത്തവർ ഫസ്റ്റ് അത് കണ്ടിട്ട് ഇതിലോട്ട് വരിക, കാരണം അത് വെച്ചിട്ടാണ് നമ്മൾ ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അക്കൗണ്ടൻസി +1 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ള ഡയറക്റ്റ്ലി ആ ചാപ്റ്ററിലോട്ട് പോകണം. വലിയ കൂടുതലായിട്ട് വേറെ ഒന്നും പറയാനൊന്നുമില്ല. ഇതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ആ ഫോക്കസ് ഏരിയ എന്നുള്ള ആ ഒരു വീഡിയോ കൂടി കാണുക. കണ്ട കറക്റ്റ് നിങ്ങൾ എന്താണ് പഠിക്കേണ്ടതെന്നുള്ള കറക്റ്റ് ഒരു ബോധ്യമാവും. അത് കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കുക. അല്ല ജസ്റ്റ് ചാടി കയറി പഠിക്കണമെന്ന് വിചാരിച്ച് പഠിക്കാനിരുന്നാൽ ഒന്നും കിട്ടില്ല. അപ്പോൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക എന്തൊക്കെ പഠിക്കാനുള്ളതെന്ന്. അപ്പോൾ ഇനി നമ്മൾ ഓരോ ചാപ്റ്ററായിട്ട് കവർ ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ ഡേയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്റർ തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ആക്ച്വലി ഉദ്ദേശിക്കുന്നത് അക്കൗണ്ടൻസിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ. അക്കൗണ്ടൻസി എന്തിനാണ് ഈ അക്കൗണ്ടൻസി ഒക്കെ പഠിച്ചിട്ട് കാര്യം? ഇങ്ങനെ കുറേ നമ്മൾ ജേണൽ, ലെഡ്ജർ, ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് അക്കൗണ്ടിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അപ്പോൾ അതിൻ്റെ ഒരു ക്രക്സ് കറക്റ്റായിട്ട് മനസ്സിലായിരിക്കണം. എന്തിനാണ് ഈ അക്കൗണ്ടൻസി എന്നുള്ളൊരു കാര്യം കറക്റ്റ് മനസ്സിലായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൂടുതലായിട്ട് ഈ ഒരു നമ്മുടെ തിയറി വായിക്കുന്നതിന് മുന്നോടിയായിട്ട് അക്കൗണ്ടൻസി എന്തിനാണ് ആ ഒരു സ്ട്രക്ചർ ഞാൻ ആദ്യം പറഞ്ഞുതരാം. അക്കൗണ്ടൻസിയെക്കുറിച്ച് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലോട്ട് പോകാം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ നമുക്ക് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കടയാണെങ്കിലും കണക്കുണ്ടായിരിക്കണം. അതെന്തിനാണ് കണക്കുണ്ടെങ്കിലാണ് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിഞ്ഞാലല്ലേ ബിസിനസ് പൂട്ടണോ അതോ ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ബിസിനസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എന്ത്, ഒരു കണക്ക് വെക്കുക എന്നുള്ളത്, അല്ലേ? നമ്മൾ ജസ്റ്റ് ബുക്കിൽ റെക്കോർഡ് ചെയ്താൽ മതി. വരവ് ചിലവ് കണക്കില്ലേ, ചെറിയ പലചരക്ക് കടക്കാരോ കണ്ടിട്ടില്ല നിങ്ങൾ വരവ് ചിലവ് കണക്ക് ചെയ്തുന്നത്. ആ കണക്ക് തന്നെ നല്ലൊരു ഫോർമാറ്റിലോട്ട് മാറ്റിക്കഴിഞ്ഞാൽ അതിനെയാണ് അക്കൗണ്ടൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് ജേണലുണ്ട്, ഭയങ്കര പേരല്ലേ ജേണൽ, ലെഡ്ജർ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, അങ്ങനെ ഒരുപാട് പേരുകളൊക്കെ കാണാം. ഇതൊക്കെ ഒന്നുമില്ല, വരവ് ചിലവ് കണക്ക് എഴുതി അതൊന്ന് സമ്മറൈസ് ചെയ്ത് വെക്കുന്നത്, അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റൊക്കെ. അപ്പോൾ വലിയ സംഭവമാണെന്ന് പറയുമ്പോൾ അത്ര ഒന്നുമില്ല. അപ്പോൾ അതിനൊരു ഫോർമാറ്റുകളുണ്ട്, ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റുകളുണ്ട്. ഫോർമാറ്റുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെക്കോർഡ് ചെയ്യാൻ, ക്ലാസിഫൈ ചെയ്യാൻ, സമ്മറൈസ് ചെയ്യാൻ. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ തോന്നുന്നു റെക്കോർഡ്, ക്ലാസിഫൈ, സമ്മറൈസ്, ഇതവിടെ കേട്ടിട്ടുണ്ടല്ലോ. എവിടെയല്ല, നിങ്ങൾ അക്കൗണ്ടൻസിയുടെ ഡെഫിനേഷൻ, അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ പറഞ്ഞിട്ടുള്ള അതേ വേർഡാണ്. ഇത് തന്നെയാണ് ആക്ച്വലി അക്കൗണ്ടൻസിയിൽ ചെയ്യുന്നത്. നമുക്ക് അതിലോട്ട് വരാം, അതിലോട്ടെത്താം. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ അക്കൗണ്ടൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതൊരു സ്ഥാപനമായാലും നമ്മളൊരു അക്കൗണ്ടൻറ്റിനെ അവിടെ ഫിക്സ് ചെയ്യും, അല്ലേ? എന്തിനാ? കണക്ക് രേഖപ്പെടുത്താൻ, കണക്കുകൾ തയ്യാറാണ്. അപ്പോൾ അന്നന്ന് വരുന്ന കണക്കുകൾ, വരവ് ചിലവ് കണക്കുകൾ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്യാൻ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ടാലി പോലത്തെ ഒരുപാട്, ടാലി, SAP പോലത്തെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഒക്കെ ഉണ്ട്. ആ സോഫ്റ്റ്വെയർ വെച്ചിട്ട് തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾ പഠിക്കുന്നത് മാനുവൽ അക്കൗണ്ടിങ് ആണ്. ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടായാലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതിലോട്ട് അധികം പോകുന്നത്. അപ്പോൾ അക്കൗണ്ടൻസി എന്ന് പറയുമ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൽ, അപ്പോൾ നമ്മളെപ്പോഴും ബിസിനസ് മൈൻഡിലായിരിക്കണം ചിന്തിക്കേണ്ടത്. ബിസിനസ് മൈൻഡിൽ ചിന്തിക്കണം, അല്ലെങ്കിൽ ഇത് കിട്ടൂലേ. അപ്പോൾ ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് അക്കൗണ്ടൻസി. അക്കൗണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണല്ലോ അക്കൗണ്ടൻറ്റിന് എത്ര ഡിമാൻഡ്, അല്ലേ? അക്കൗണ്ടിങ് അറിഞ്ഞിരിക്കുന്ന ആളല്ലേ അക്കൗണ്ടൻ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ അക്കൗണ്ടിങ്ങിൻ്റെ നല്ല നോളജ് ഉണ്ടായിരിക്കണം. അക്കൗണ്ടിങ്ങിൻ്റെ നോളജ് എവിടെ നിന്നാണ് കിട്ടുന്നത്? +1 തൊട്ടാണ് തുടങ്ങും. നമ്മൾ 10 വരെ പഠിച്ചിട്ടില്ല അക്കൗണ്ടൻസി എന്താണ്, പുതിയൊരു സാധനം. അപ്പോൾ LKG കുട്ടികളുടെ ABCD പഠിപ്പിക്കുന്ന പോലെ തന്നെയാണ് ടീച്ചേഴ്സിൻ്റെ പണി ഈ സംഭവം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളത്. കാരണം ABCD അറിയില്ലെങ്കിൽ പിന്നെ കുട്ടി വയ്ക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ്. അപ്പോൾ ഈ ബേസ് സ്ട്രോങ് ആയിരിക്കണം അക്കൗണ്ടൻസിയുടെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബേസ് സ്ട്രോങ് അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയാൽ ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെ ബേസ് അത്യാവശ്യം നല്ല സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ അപ്പോൾ അതുവരെ നമുക്ക് സ്ലോ ആയി പോകും. അത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് സ്പീഡായിട്ട് ആ ഒരു സെപ്റ്റംബർ ആകുമ്പോഴത്തേന് നമുക്ക് തീർക്കാൻ പറ്റും. സെപ്റ്റംബർ ആകുമ്പോഴത്തേന് നമുക്ക് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ബേസ് നമുക്കൊന്ന് സ്ട്രോങ് ആക്കാം. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് പോകും. ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ, ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന് വെച്ചാൽ മേ ബി മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സിംഗിൾ ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാനാണ് വന്ന ചാൻസ്. ഡീറ്റെയിൽഡ് ഒരു തിയറി ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എക്സ്പെക്ട് ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അക്കൗണ്ടൻസി പ്രോബ്ലം പേപ്പറാണ്. അപ്പോൾ തിയറി ഒരുപാട് പഠിച്ച് മറിക്കാനൊന്നുമില്ല. ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കുക സംഭവം എന്താണ്, പിടുത്തം കിട്ടുക. ആ പിടുത്തം വെച്ചിട്ട് എന്ത് ചെയ്യുക, പേപ്പറിൽ എഴുതുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേപോലെ ഇത് കോപ്പി അടിച്ച് ചെയ്താണ്, എന്താ പറയുക, ബൈഹാർട്ട് ചെയ്തതാണെന്ന് ഞാൻ പറയില്ല. ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, സംഭവം എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അക്കൗണ്ടൻസി ഞാൻ പറഞ്ഞു ഏതൊരു സ്ഥാപനത്തിലും അക്കൗണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു അക്കൗണ്ടൻറ്റിനെ വേണം. അപ്പോൾ അക്കൗണ്ടൻറ്റ് ചെയ്യുന്ന പ്രവൃത്തി എന്താ? അവിടെ നടക്കുന്ന ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ അയാൾ റെക്കോർഡ് ചെയ്യുന്നു. ഇതാണ് അവിടെ ചെയ്യുന്ന പ്രവൃത്തി. അപ്പോൾ ഇതന്നെ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇവിടെ പറഞ്ഞു ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ള ചാപ്റ്ററിൽ ഇന്ന കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നത്. അതൊന്ന് ഇംഗ്ലീഷിലൊക്കെ മാറ്റി മറിച്ച് എഴുതി കൊടുത്താൽ അതായി. അപ്പോൾ ഞാൻ ഈ ഒരു PDF, ഇതൊരു ചെറിയൊരു PDF ആണ്, ഇൻട്രൊഡക്ഷൻ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ബേസ് ഷോർട്ട് നോട്ട്സ് മാത്രമുള്ള ഒരു PDF ആണ്. ഇത് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറ്റാച്ച് ചെയ്യാം, വേണ്ടവർക്ക് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വായിച്ച് പോകുന്നില്ല, നിങ്ങൾ വായിച്ച് നോക്കാം മുന്നോട്ട്. അപ്പോൾ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്നു, അത് മാത്രം മതി. മറ്റത് വേണ്ടാന്നല്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കുക. ഓക്കെ,
ഞാൻ ജസ്റ്റ് വായിക്കുന്നുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക ചില ടോപ്പിക്സിന് മാത്രമായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് അക്കൗണ്ടിങ് എന്നുള്ള ഭാഗത്ത് നിന്ന് തുടങ്ങണം. അക്കൗണ്ടിങ് ഈസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം വിച്ച് റിസീവ്സ് ഡാറ്റ ഇൻപുട്സ്, പ്രോസസ് ദ സെയിം ആൻഡ് ഗിവ് ഇറ്റ്സ് ഔട്ട്പുട്ട് ഇൻ ദ ഫോം ഓഫ് ഇൻഫർമേഷൻ വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. വളരെ ഇമ്പോർട്ടൻറ്റ്. ഡിസിഷൻ മേക്കിംഗ് വളരെ ഇമ്പോർട്ടൻറ്റ്. അക്കൗണ്ടിങ് ഈസ് ഓൾസോ കോൾഡ് ദി ലാംഗ്വേജ് ഓഫ് ബിസിനസ്. അപ്പോൾ ഞാൻ ഡിസിഷൻ മേക്കിങ്ങിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം. ഒരു ബിസിനസ്സിൽ തീരുമാനമെടുക്കണം. ഈ അക്കൗണ്ടിങ് ഉണ്ടായാലേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്. അതെന്താ സാറേ അങ്ങനെ അക്കൗണ്ടിങ് ഉണ്ടായാലേ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത്? അതൊന്നുമില്ല. എന്ന് വെച്ചാൽ ഒരു അക്കൗണ്ടിങ് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ പറ്റിയാൽ എന്താ കാര്യം സാറേ? അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ എന്താണ് ആ ഡിസിഷൻ മേക്കിംഗ് ഇതുമായിട്ട് ലിങ്ക്? ഡിസിഷൻ മേക്കിംഗ് തീരുമാനം എടുക്കലുള്ളൂ. ഈ പ്രോഫിറ്റോ ലോസോ കിട്ടിക്കഴിഞ്ഞാൽ, ലോസ് ആണെങ്കിൽ എനിക്കൊരു തീരുമാനം എടുക്കണം. ഇത് പൂട്ടണോ അതോ മുന്നോട്ട് കൊണ്ടുപോകണോ എന്നുള്ളൊരു തീരുമാനം എനിക്ക് എടുക്കണം. അപ്പോൾ അതവിടെ ഡിസൈഡ് ചെയ്യും. അതുപോലെ പ്രോഫിറ്റ് ആണെങ്കിൽ ഇന്ന് ലാഭം കൂട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇനി കുറേ എക്സ്പെൻസുകൾ അവിടെയുണ്ട്, കുറേ ചിലവുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലിസ്റ്റ് ചെയ്തപ്പോൾ കുറേ ചിലവുകൾ കാണുന്നുണ്ട്. അങ്ങനെ അത് കുറക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും? അങ്ങനെ തുടങ്ങി ബിസിനസ്സിൻ്റെ ഒട്ടനവധി ഡിസിഷൻസ് നമുക്ക് ഈ അക്കൗണ്ട്സ് ഉണ്ടായാലേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിൻ്റെ ബേസിക്കായിട്ട് നിങ്ങൾ അത് അറിഞ്ഞിരിക്കുക. ഇതൊരു ബിസിനസ്സിനും അക്കൗണ്ടിങ് അല്ലെങ്കിൽ കണക്ക് നിർബന്ധമാണ്. ഇനി വേറൊരു കാര്യം വെച്ച് നോക്ക്. നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളൊരു പാർട്ട്ണർഷിപ്പാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ വേറൊരു പാർട്ട്ണറുണ്ട്. നിങ്ങൾ കണക്കൊന്നും രേഖപ്പെടുത്തുന്നില്ല. കുറേ കഴിഞ്ഞാൽ അടിച്ച് പിരിയൂലേ? ഡെഫിനറ്റ്ലി അടിച്ച് പിരിയും. കാരണം ഞാൻ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയും, നീ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറയും. തമ്മ് അടിയോ, നീ എത്ര കൊണ്ടുപോയില്ലേ, ഞാൻ ഇത്ര കൊണ്ടുപോയിട്ടൊന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാൽ ആകെ അടിയാവും. അപ്പോൾ കറക്റ്റ് കണക്ക് അവിടെ ഉണ്ടെങ്കിൽ അടിയാവില്ല. അതാണ് ഇതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഏതൊരു പോയിന്റിലും ബിസിനസ്സിന്, ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും ഓക്കെ, അക്കൗണ്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഇൻഫർമേഷൻ സിസ്റ്റമാണ് വിച്ച് റിസീവ്സ് ഡാറ്റ. അത് പ്രോസസ്സ് ചെയ്യും, ട്രാൻസാക്ഷൻസ് റിസീവ് ചെയ്ത് അത് റെക്കോർഡ് ചെയ്ത് അതിനെ സമ്മറൈസ് ചെയ്ത് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പാകത്തിനാക്കി മാറ്റും. റെക്കോർഡിംഗ്, ജേണൽ, ക്ലാസിഫയിങ്, ലെഡ്ജർ, സമ്മറൈസിങ്, P&L ആൻഡ് ബാലൻസ് ഷീറ്റ്. ഇത് തന്നെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി ഞാൻ പോകുന്നത് അതിൻ്റെ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷനിലോട്ടാണ് ഞാൻ പോകുന്നത്. യെല്ലോ മാർക്ക് ഇട്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ അക്കൗണ്ടിങ് ഈസ് ദി, ഏതൊരു കൊമേഴ്സുകാരനോടും ഏത് പാതിരാത്രിയിൽ ചോദിച്ചാലും കിട്ടുന്ന ഒരു ഡയലോഗാണ്. എന്താണ് അക്കൗണ്ടൻസി എന്ന് ചോദിച്ചാൽ, അക്കൗണ്ടിങ് ഇസ് എൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈ, സമ്മറൈസിങ് ഇൻ സിഗ്നിഫിക്കൻറ്റ് മാനർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അക്കൗണ്ടിങ് ഒരു കലയാണ്, ഇസ് എൻ ആർട്ട്. കല, എന്തൊക്കെ കലകളുണ്ട്? കലകൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡാൻസ്, പാട്ട്, കുച്ചിപ്പുടി, ഭരതനാട്യം, ഇതൊക്കെ ഒരു കലയാണ്. അതേപോലത്തെ ഒരു കലയാണ് അക്കൗണ്ടൻസി എന്ന്. അയ്യോ എന്താ സാറേ കലയോ? അതേ കലയാണ്. എന്തിൻ്റെ കല? അതും കൂടി വായിക്കണേ. വെറുതെ കലയല്ല. ഓഫ് റെക്കോർഡിങ് കല. എന്തിൻ്റെ? റെക്കോർഡിങ്ങിൻ്റെ കല, ക്ലാസിഫയിങ്ങിൻ്റെ കല, സമ്മറൈസിങ്ങിൻ്റെ കല, അനലൈസിങ്ങിൻ്റെ കല, ഇൻ്റർപ്രറ്റിങ്ങിൻ്റെ കല. അതങ്ങനെയൊക്കെ സിമ്പിളാണ്, ഒന്നുമില്ല. റെക്കോർഡിങ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുക, ക്ലാസിഫയിങ് തന്നെ തരംതിരിക്കുക, സമ്മറൈസ് തന്നെ കൂട്ടി യോജിപ്പിച്ചൊരു സമ്മറി ഉണ്ടാക്കുക, അനലൈസ് തന്നെ ആ ഉണ്ടാക്കിയതിന് സൂക്ഷ്മ പരിശോധന നടക്കുക, ആൻഡ് ഇൻ്റർപ്രറ്റിങ് അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നൊരു ഇൻ്റർപ്രറ്റ് ചെയ്തൊരു റിസൾട്ട് ഉണ്ടാക്കുക. ഇതൊന്നും തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. റെക്കോർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഇടപാട്, ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ആദ്യം ഞാൻ റെക്കോർഡ് ചെയ്യണം. അതിനെ വിളിക്കുന്ന പേര് ജേണൽ എൻട്രി എന്ന് പറയും. അതിനെ ക്ലാസിഫൈ ചെയ്തെടുക്കുന്നു, തരംതിരിക്കുന്നു, അതിനെ ലെഡ്ജർ എന്ന് പറയും. എന്താ ക്ലാസിഫിക്കേഷൻ? ലെഡ്ജറോ? അതേ ലെഡ്ജറാണ്. എങ്ങനെയാണ്? ഒരു സെയിം നാച്ചുറലുള്ള സാധനങ്ങളെ പിടിച്ച് ഒരു സ്ഥലത്ത് കൊണ്ടിടുന്നു. ലെഡ്ജർ അക്കൗണ്ട്സ്, പർച്ചേസ് അക്കൗണ്ട്, ക്യാഷ് അക്കൗണ്ട്, സെയിൽസ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ അക്കൗണ്ടൊക്കെ ഉണ്ടാക്കി ക്ലാസിഫൈ ചെയ്തിടുന്നു. ഈ ക്ലാസിഫൈ ചെയ്തെടുത്തതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? സമ്മറൈസ് ചെയ്യുന്നു. ട്രയൽ ബാലൻസ് ഒരു സമ്മറിയാണ്. അത് കഴിഞ്ഞ് ഇത് ഓൾറെഡി മനസ്സിലായവർക്കാണ് ഈ പറയുന്നത്, ഓൾറെഡി ഒരു തവണ റിവിഷൻ ചെയ്തവർക്ക് വേണ്ടിയിട്ട്. സമ്മറൈസിങ് ഒരു ഈ ട്രയൽ ബാലൻസ് ഒരു സമ്മറിയാണ്. അതിൽ നിന്ന് പിന്നെ ഉണ്ടാക്കുന്ന സാധനമാണ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഫൈനൽ അക്കൗണ്ട്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റ് സമ്മറൈസ് ചെയ്യുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും എടുത്ത് അനലൈസ് ചെയ്യും, നോക്കും. ഞാൻ നോക്കുമ്പോൾ മനസ്സിലാവും, ലോസാണല്ലോ പടച്ചോനെ, ലോസാണ്. അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടല്ലോ, എൻ്റെ അസറ്റുകൾ എത്ര, എൻ്റെ ലയബിലിറ്റികൾ എത്ര, ഇതൊക്കെ ഞാൻ കണ്ടിങ്ങനെ അറിയും, കണ്ടിങ്ങനെ നിൽക്കും. കണ്ടിങ്ങനെ നിന്നാൽ മാത്രമല്ല അത് ഞാൻ ഇൻ്റർപ്രറ്റ് ചെയ്യും. ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടി ഇനി ഫർദർ ഞാൻ ഡിസിഷൻ മേക്കിംഗ് മേലെ പറഞ്ഞില്ല, ആ സെയിം സാധനമാണ് ഇൻ്റർപ്രിട്ടേഷൻ. ഞാനത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒരു ഡിസിഷൻ മേക്കിങ്ങിലോട്ട് എത്തും. ഓഫ് ദി ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ടു ഇൻട്രസ്റ്റഡ് പേഴ്സൺ. അത് ബാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആണല്ലോ നമ്മൾ റെക്കോർഡും ക്ലാസിഫൈങ് സമ്മറൈസിങ് അനലൈസിങ് ഇൻ്റർപ്രറ്റൊക്കെ ചെയ്യാം. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വൺ കമ്മ്യൂണിക്കേറ്റിംഗ് ദ റിസൾട്ട് ടു ദി ഇൻട്രസ്റ്റഡ് പേഴ്സൺ. അത് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഓണേഴ്സിന്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ആർക്കാണ്? ഓണേഴ്സിന്, ഗവൺമെൻറ്, എംപ്ലോയീസ്, ദാറ്റ് മീൻസ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ യൂസ് ചെയ്യുന്നത് ആരൊക്കെയാണ്? ഒന്ന് ഓണർ യൂസ് ചെയ്യുന്നത്, എംപ്ലോയീസ് യൂസ് ചെയ്യുന്നത്, ക്രെഡിറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ആരും യൂസ് ചെയ്യുന്നത്? ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്. അതിന് ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത് ടാക്സ് അടക്കാൻ വേണ്ടി ഗവൺമെൻറ് യൂസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. അക്കൗണ്ടിങ് ഇസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റിസൾട്ട് ടു ദി ഇൻട്രസ്റ്റഡ് പേഴ്സൺ. ഇതിൻ്റെ പല ഡെഫിനേഷൻസും ഉണ്ട്. നിങ്ങളിപ്പോൾ എന്താ പറയുക, മേലത്തെ ഡെഫിനേഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. പിന്നെ ചെറിയ രീതിയിലുള്ള ഡെഫിനേഷനാണ് പറഞ്ഞത്. മേലത്തെ ആ ഒരു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് AICPA പറഞ്ഞിട്ടുള്ള ഡെഫിനേഷൻ: അക്കൗണ്ടിംഗ് ഇസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിംഗ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ റിസൾട്ട് thereof. അധികം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക ആ ഒരു ഡെഫിനേഷൻ ആയിരിക്കും. അത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ്, അത് തന്നെ പഠിക്കുന്നതാണ് നല്ലത്. ഓക്കെ, സോ എന്താ പറയുന്നത്, അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ വെറുതെ റെക്കോർഡ് ചെയ്താൽ പോരാ, വെറുതെ ക്ലാസിഫൈ ചെയ്താൽ പോരാ, വെറുതെ സമ്മറൈസ് ചെയ്താൽ പോരാ. അതെങ്ങനെയാണ് വെറുതെ റെക്കോർഡിങ് തന്നെ ഞാൻ വെറുതെ എഴുതി വെക്കുക എന്നുള്ളതിൽ അതിൻ്റെ അർത്ഥം റെക്കോർഡ് ചെയ്യുക, കീപ്പ് ചെയ്യുക, റെക്കോർഡ് ചെയ്യുക. അപ്പോൾ വെറുതെ എഴുതി വെച്ചാൽ പോരാ, പറ്റൂല. അവിടെ പറയുന്നുണ്ട് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. അതിനെ വിളിക്കുന്ന പേരാണ് ജേണൽ. അതുകൊണ്ടാണ് അതിനെ ജേണൽ എന്ന് പറയുന്നത്. ജേണലിൽ ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ക്ലാസിഫയിങ്ങിന് ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ലെഡ്ജർ. സമ്മറൈസിങ് എന്താ ഫോർമാറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. നമ്മൾ വെച്ചാൽ ഒരു ഡെഫിനേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ മറക്കില്ല. ഈ ഒരു ഡെഫിനേഷനാണ് ആക്ച്വലി നമ്മളെ ചാപ്റ്റേഴ്സ് മൊത്തം. റെക്കോർഡിങ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ്, ഇതൊക്കെ തന്നെ നമ്മളെ +1 ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പിന്നെ എക്സ്ട്രാ 2-3 ബാങ്ക് റിക്കൺസിലേഷനും അങ്ങനെ ഇതിലെ കുറച്ച് പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങളുണ്ട്. അത് തന്നെ ഉള്ളൂ. സിമ്പിളാണ് +1 അക്കൗണ്ടൻസി. മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്, വളരെ എളുപ്പമാണ്. മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കുക. എക്സാമിന് പോകുന്നതിന് മുമ്പ് 2 തവണ വായിച്ച് 2-3 തവണ വായിച്ച് ഒന്ന് മനസ്സിലാക്കി വായിച്ച് പഠിച്ച് വെക്കുക. ഓക്കെ, പിന്നെ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രമേ പറയുന്നത്. നമുക്ക് ടൈമിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായതുകൊണ്ടും നിങ്ങൾക്ക് വേഗം പോർഷൻ തീർക്കണം എന്നുള്ളതുകൊണ്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം. അപ്പോൾ ഇതിൽ ഇനി വേണ്ടത് ഇവിടെ ഈ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഞാൻ പറഞ്ഞിരുന്നു. മെനി യൂസേഴ്സ് നീഡ് ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതിൽ ഇൻറ്റേർണൽ യൂസേഴ്സ്, എക്സ്റ്റേണൽ യൂസേഴ്സ്, ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ജസ്റ്റ് ഒന്ന് 1 ടൈം 2 ടൈം ഒന്ന് മേലെ കൂടെ റീഡ് ചെയ്താൽ മതി ഈ പറഞ്ഞ കാര്യങ്ങൾ. സം റെലവൻറ്റ് ആസ്പെക്ട് ഓഫ് ദി എബോവ് ഡെഫിനിഷൻ്റെ ആ ഒരു ആസ്പെക്ട് ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാണ്. അതൊക്കെ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്. അതൊന്ന് ഡീറ്റെയിൽ നിങ്ങളത് 2-3 തവണ എഴുതി വായിച്ചാൽ മതി. ആ ഡെഫിനിഷൻ്റെ ഒരു എന്താ പറയുക, ഡെഫിനിഷൻ ഒന്ന് ഡീറ്റെയിൽഡ് ആക്കി പറഞ്ഞതാണ് താഴെയുള്ള സംഭവം. 1, 2, 3, 4 സാധനങ്ങൾ. ഓക്കെ, ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞുള്ള 3 ടൈപ്പ്. ഫിനാൻഷ്യൽ തന്നെ ഫിനാൻഷ്യൽ മാറ്റേഴ്സ്, മാനേജ്മെൻറ്റ് ഡാറ്റേഴ്സ് പറയുന്നതാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാക്ടറി ബേസ്ഡിലുള്ള സാധനങ്ങൾക്ക് കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഒക്കെ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നതാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കോസ്റ്റ് അക്കൗണ്ടൻറ്റ്, CMA. ഓക്കെ, അവർ ഏറ്റവും കൂടുതൽ ഫീൽഡ് അനലൈസ് ചെയ്യുന്ന സ്ഥലമാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഓക്കെ, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലായിരിക്കും. ഓക്കെ, അടുത്തത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ പച്ച സാധനം, പച്ച ഞാൻ സാധാരണ റെഡാണ് നമ്മൾ എന്ത് ചെയ്യാം ഇമ്പോർട്ടൻ്റ് പറയാം, പക്ഷേ ഞാൻ പച്ചയെ കൊടുത്തിട്ടുള്ളത്. സോറി. അപ്പോൾ റെഡ് ഉദ്ദേശിക്കുന്നവർ അത് റെഡായി കാണണമെങ്കിൽ റെഡായി കണ്ടോളൂ. ഞാൻ പച്ചയാണ് കൊടുത്തത്, മാറിപ്പോയി. അപ്പോൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എങ്ങനെ ഇത് എങ്ങനെ ചോദിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മേ ബി ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് ചോദിക്കാം. ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പക്ഷേ ഒരു പരിധി വരെ ഞാൻ പറയുന്ന ഒരു 60% ചാൻസ് അതിനുള്ളൂ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ. മുമ്പൊന്നും ചോദിക്കാത്തതുകൊണ്ട് അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ വേണമെങ്കിൽ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ലിസ്റ്റ് ചെയ്യാൻ മാത്രം പറയാം. എന്ന് വെച്ചാൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട, ഏതൊക്കെയാണ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഏതൊക്കെയാണ്, ലിസ്റ്റ് ഔട്ട് എന്ന് മാത്രം പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്താൽ മാത്രം മതി, എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എക്സ്പ്ലെയിൻ എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ കൂടി ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് എന്ന് വെച്ചാൽ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അക്കൗണ്ടിങ് ഇൻഫർമേഷനിലെ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് മീൻസ് പ്രധാനമായ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, സവിശേഷതകൾ എന്തൊക്കെയാണ് മലയാളത്തിൽ പറഞ്ഞാൽ. മലയാളം അധികം യൂസ് ചെയ്യാൻ പാടില്ല അക്കൗണ്ടൻസിൽ, കാരണം വെച്ചാൽ അക്കൗണ്ടൻസി നമ്മൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. അപ്പോൾ മലയാളത്തിൽ പഠിക്കാതിരിക്കുക, ഇംഗ്ലീഷിൽ തന്നെ പഠിക്കുക. കാരണം ഇനി ഫർദർ നിങ്ങൾ ഹയർ സ്റ്റഡീസിന് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അക്കൗണ്ടൻസി ഇംഗ്ലീഷിൽ തന്നെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ തന്നെ ഇംഗ്ലീഷ് ശീലാക്കി പോവുക, മലയാളത്തിൽ കൂടുതൽ പഠിക്കാതിരിക്കുക. ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. വേണമെങ്കിൽ സ്വീകരിക്കാത്തവർക്ക് പിന്നെ പെടും, അത്രേ ഉള്ളൂ. അപ്പോൾ അന്ന് സാറ് പറഞ്ഞത് ശരിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഇപ്പോൾ ആലോചിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ്? ഇൻ ഓർഡർ ടു എൻഷുർ ദ ഒബ്ജക്ടിവിറ്റി ഇൻ റിപ്പോർട്ടിംഗ് ആൻഡ് വാലിഡിറ്റി ഇൻ ദ സിസ്റ്റം, അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് പൊസസ് സർട്ടൻ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്. അക്കൗണ്ടിങ് ഇൻഫർമേഷന് ഇപ്പോൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ്ങിലെ ഡാറ്റ അത് നല്ലൊരു ഇതാവണമെന്നുണ്ടെങ്കിൽ, സിസ്റ്റമാറ്റിക് ആവണമെന്നുണ്ടെങ്കിൽ, അത് നല്ലൊരു എന്താ പറയുക, ഒരു ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ താഴെ പറയുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. താഴെ പറയുന്ന സവിശേഷതകൾ ഉണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റിയാണെന്ന് പറയാം. എന്തൊക്കെയാണ് താഴെ പറയുന്ന സവിശേഷതകൾ? 1, റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ എന്താ പറയുക, അത് വിശ്വസ്തത. എന്നുവെച്ചാൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഒരു എന്താ പറയുക മാനിപ്പുലേറ്റ് ചെയ്തതാവരുത്, ട്രൂത്ത്ഫുൾ ആയിരിക്കണം എന്നാണ് അതിൻ്റെ മീനിങ്. റിലയബിലിറ്റി റിലയബിൾ ആയിരിക്കണം, വിശ്വസിക്കാൻ പറ്റുന്ന സാധനമായിരിക്കണം.
അപ്പം വെച്ചാൽ അത് കള്ളത്തരം ചെയ്തതാവരുത്. ഒന്ന്. 2 റെലവൻസ്. അപ്പോൾ റെലവൻസ് എന്ന് പറഞ്ഞാൽ ദ ഇൻഫോർമേഷൻ ടു ബി റെലവൻറ്റ് ഇറ്റ് മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. കറക്റ്റ് ടൈമിൽ സാധനം കിട്ടണം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയ പോലെ ഉണ്ടാക്കി വെച്ചാൽ പോരാ. എന്നുവെച്ചാൽ ഒരു സ്വാഭാവികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്ത ഉടനെ തന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കണം. അതാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റ് ടൈമിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റണം. റെലവൻറ്റ് ടൈമിൽ അത് എന്ത് ചെയ്യണം? അത് പ്രസൻറ്റ് ചെയ്യണം. 3 അണ്ടർസ്റ്റാൻഡബിലിറ്റി. അതെന്താ അണ്ടർസ്റ്റാൻഡബിലിറ്റി? സിമ്പിളല്ലേ, മനസ്സിലാകാൻ പറ്റണം. എന്ന് വെച്ചാൽ വെറുതെ തോന്നിയ പോലെ അതൊന്നും അങ്ങനെ ഇങ്ങനെ ചെയ്താൽ വെച്ചാൽ പോലെ. ദാറ്റ് മീൻസ് ഒരു ഫോർമാറ്റിൽ ചെയ്യണം. അതാണ് ഉദ്ദേശിക്കുന്നത്. ഷുഡ് ബി ഇൻ എ ഫോർമാറ്റ്, സ്റ്റാൻഡേർഡ് ഫോർമാറ്റ്. സിഗ്നിഫിക്കൻറ്റ് മാനർ എന്ന് മേലെ പഠിച്ചില്ലേ, ആ സാധനം തന്നെ അണ്ടർസ്റ്റാൻഡബിലിറ്റി. 4 കമ്പാരബിലിറ്റി. ഇറ്റ് മീൻസ് ദ അക്കൗണ്ടിംഗ് റിപ്പോർട്ട് ഷുഡ് ബി കമ്പാരബിൾ വിത്ത് അതർ ഫേംസ് ടു ഐഡൻറ്റിഫൈ സിമിലാരിറ്റീസ് ഓർ ഡിഫറൻസസ്. ടു അച്ചീവ് ദിസ് ദ പീരിയഡ്, ദ ഫോർമാറ്റ്, ദ യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ് എക്സെട്ര ഷുഡ് ബി ദ സെയിം. എന്ന് വെച്ചാൽ കമ്പാരബിലിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് മറ്റ് സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റണം. അതെന്തിനാണ് കമ്പയർ ചെയ്യുന്നത്? എന്നാലല്ലേ നമുക്ക് എന്താ വെച്ചാൽ അവരിത് എങ്ങനെയാണ് നമ്മളെ ഫേം മുന്നോട്ട് പോകുന്നത്, അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഉഷാറാണോ അല്ലെങ്കിൽ ബാക്കോട്ടാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അതിനുവേണ്ടി നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ഫോർമാറ്റൊക്കെ യൂസ് ചെയ്താൽ മാത്രമേ കമ്പാരബിലിറ്റി പോസിബിൾ ആവുള്ളൂ. അപ്പോൾ മൊത്തത്തിൽ ഉദ്ദേശിക്കുന്ന ഒരേ സാധനം തന്നെ. റിലയബിലിറ്റി, വിശ്വസനീയമായിരിക്കണം. റെലവൻസ്, കറക്റ്റ് ടൈമിൽ അത് കൊടുക്കാൻ പറ്റണം. അണ്ടർസ്റ്റാൻഡബിലിറ്റി, അത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസി ആയിരിക്കണം. 3 കമ്പാരബിലിറ്റി, അത് മറ്റ് അക്കൗണ്ടിങ് ഫേംസുമായിട്ട് മറ്റ് ഫേംസൊക്കെ കമ്പാരബിൾ ചെയ്യാൻ ഈസി കമ്പാരബിൾ ആയിരിക്കണം. ഈ 4 സാധനങ്ങൾ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് കോൺഫിഡൻസ് ഏതൊക്കെയാണ്? റിലയബിലിറ്റി, ഇതിൻ്റെ കൂടെ പറയാം. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി. എന്തൊക്കെ? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ ഏതൊക്കെ? റെലവൻസ്, റിലയബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി. ഇത് അങ്ങോട്ട് കൂടി തിരിച്ചറിയാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ ഓർഡർ തന്നെ വേണമെന്നൊന്നുമില്ല. കമ്പാരബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, റെലവൻസ്, റിലയബിലിറ്റി. എന്തൊക്കെ? അണ്ടർസ്റ്റാൻഡബിലിറ്റി, റെലവൻസ്, റിലയബിലിറ്റി, കമ്പാരബിലിറ്റി. എന്തൊക്കെ? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി. എന്തൊക്കെ? കമ്പാരബിലിറ്റി, അണ്ടർസ്റ്റാൻഡബിലിറ്റി, റെലവൻസ്, റിലയബിലിറ്റി. ഓക്കെ, പഠിക്കുക. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മതി, നിങ്ങൾക്ക് വേറെ എവിടെയും പോകുന്നു വേണ്ട. ഞാൻ എന്നെ പൊക്കി പറയില്ല എന്നാലും. ഓക്കെ, അടുത്ത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ഇതാണ്. അപ്പോൾ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത് 1 അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ, 2 ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ്, 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ഇതൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുന്ന, ഗ്യാസ് അടിച്ച് എഴുതാൻ പറ്റുന്ന സാധനം തന്നെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. എന്ത് ചെയ്താലും മാർക്ക് ഏകദേശം കിട്ടും. അത് വെച്ച് എന്തും ചെയ്തരുത്, ഏകദേശം ഇതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ ഗ്യാസ് അടിക്കാം, കുഴപ്പമൊന്നുമില്ല. സാധാരണ പല പേപ്പറും കണ്ടാൽ ഗ്യാസിൻ്റെ പൂരായിരിക്കും. മലയാളം പേപ്പറൊക്കെ കണ്ടാലായിരിക്കും നല്ല രസം. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. എന്താണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്? എന്താണോ ഞാൻ കുറേ മുമ്പ് ആദ്യം തന്നെ തുടങ്ങിയത് അത് വെച്ചിട്ട് അക്കൗണ്ടിങ് എന്തിനാണ് ചെയ്യുന്നതെന്ന്. 1 ബിസിനസ്സിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യാൻ. 2 കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. അതും ഞാൻ പറഞ്ഞതാണ്. ലാഭമാണോ നഷ്ടമാണോ എന്നറിയാൻ അക്കൗണ്ടിങ് ചെയ്താലേ പറ്റൂ. 3 അസർടൈൻമെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് എങ്ങനെയാണ് അതറിയാൻ വേണ്ടി ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. എൻ്റെ സ്വത്തുക്കളെത്ര, എൻ്റെ ബാധ്യതകളെത്ര, അത് കണ്ടാൽ അറിയാം അവൻ്റെ നിലനിൽപ്പ് എന്താണ് എന്നുള്ളത്. അത് ഫിനാൻഷ്യൽ പൊസിഷൻ അസർട്ടൈൻ ചെയ്യാൻ. 4 പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. ഞാൻ പറഞ്ഞു യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ട്. ആരൊക്കെയാണ് യൂസേഴ്സ്? 1 എംപ്ലോയി, 2 ഓണേഴ്സ്, 3 ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്, ഗവൺമെൻറ്, എക്സെട്ര. ഇവരൊക്കെ യൂസ് ചെയ്യും എന്ത്? നമ്മളെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. അപ്പോൾ സമ്മറൈസ് ചെയ്ത് പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെ? 1 ബിസിനസ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്ന, ടു മെയിൻറ്റെയിൻ ബിസിനസ് റെക്കോർഡ്സ്. 2 കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ്. 3 ഫിനാൻഷ്യൽ പൊസിഷൻ. 4 ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. എന്തൊക്കെ? ബിസിനസ് റെക്കോർഡ്സ്, പ്രോഫിറ്റ് ഓർ ലോസ്, ഈ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. എന്തൊക്കെ? ബിസിനസ് റെക്കോർഡ്സ്, പ്രോഫിറ്റ് ഓർ ലോസ്, ഫിനാൻഷ്യൽ പൊസിഷൻ, ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. എന്തൊക്കെ? ബിസിനസ് റെക്കോർഡ്സ്, പ്രോഫിറ്റ് ഓർ ലോസ്, ഫിനാൻഷ്യൽ പൊസിഷൻ, ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഏരിയ നമ്മൾ പഠിച്ചു. ഇനി മറക്കൂല. അപ്പോൾ ഈ വീഡിയോൻ്റെ കൂടെ തന്നെ നിങ്ങൾ വെറുതെ ഒന്ന് എഴുതി നോക്കുക. വെറുതെ കൂടെ തന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു പേപ്പർ എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ മൈൻഡ് വിചാരിക്കുക ചെയ്യുക. അത്രേ ഉള്ളൂ. പഠിക്കാൻ അത്ര എളുപ്പമാടും. ആൻഡ് ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം, റോൾ ഓഫ് അക്കൗണ്ടിങ് ഒക്കെ ജസ്റ്റ് വായിച്ചു വിട്ടാൽ നിങ്ങൾ. ഇനി അറിഞ്ഞിരിക്കേണ്ട കാര്യം ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടേംസുകളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകൾ മാത്രം ഞാൻ ഡിസ്കസ് ചെയ്യാം. എല്ലതും കൂടി നിങ്ങൾ വായിച്ച് കുറേ മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യമില്ല. അതിൽ കുറച്ചൊരു 10-20 ടേംസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് മാത്രം ഞാൻ ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബാക്കി നിങ്ങൾ ഈ PDF ഉപയോഗിച്ചിട്ട് ജസ്റ്റ് 1 ടൈം ഒന്ന് റീഡ് ചെയ്താൽ മതി. 1 ടൈമേ പറയുന്നുള്ളൂ, 2 ടൈം ഒന്നും ഞാൻ പറയുന്നില്ല. 1 ടൈം റീഡ് ചെയ്യുന്നു. മനസ്സിരുത്തി 1 ടൈം ഇട്ടാൽ. മനസ്സിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ 2 ടൈം 3 ടൈം, അത് നിങ്ങളിഷ്ടം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് 1 ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാം. ട്രാൻസാക്ഷൻ ഇടപാട്, ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകളെയാണ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥാപനം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഒരു സ്ഥാപനത്തിനെയാണ് എൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. അസറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്ത്. ബിസിനസ്സിൻ്റെ സ്വത്തുക്കൾ എന്തൊക്കെയാണ്?
ബിസിനസ്സിൻ്റെ സ്വത്തുക്കൾ എന്ന് പറയുമ്പോൾ ഫർണിച്ചർ, അവിടുത്തെ ഫർണിച്ചർ, AC, കമ്പ്യൂട്ടർ, ബിൽഡിങ്, ലാൻഡ്, ഇതൊക്കെ അവിടുത്തെ അസറ്റുകളാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ അസറ്റ്. ഈ അസറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അസറ്റിനെ 2 തരം ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് കറണ്ട് അസറ്റ് എന്നും മറ്റേത് നോൺ കറണ്ട് അസറ്റ് എന്നും. ഈ കറണ്ട് അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടേമിനെയാണ് കറണ്ട് അസറ്റ്. ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഷോർട്ട് ടേം ഒരു ഹ്രസ്വകാലം മലയാളത്തിൽ എന്താ പറയുക, ഹ്രസ്വകാലം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഷോർട്ട് ടേം എന്ന് പറയുമ്പോൾ ഒരു 1 ഇയറിൻ്റെ താഴെ, അതാണ് ഉദ്ദേശിക്കുന്നത്. 1 ഇയറിൻ്റെ താഴെയുള്ള അസറ്റിന് അത്ര വാല്യൂ, അത്രയും പീരീഡ് എക്സിസ്റ്റൻസ് ഉള്ള അസറ്റിനെയാണ് കറണ്ട് അസറ്റ് എന്നും അതിൽ കൂടുതലുള്ളതിനെയാണ് നോൺ കറണ്ട് അസറ്റ് എന്നും പറയുന്നത്. കറണ്ട് അസറ്റിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ക്യാഷ് കറണ്ട് അസറ്റാണ്, ഡെറ്റേഴ്സ് കറണ്ട് അസറ്റാണ്, ഇൻവെൻട്രി സ്റ്റോക്ക് കറണ്ട് അസറ്റാണ്. നോൺ കറണ്ട് അസറ്റിന് ഉദാഹരണം പറഞ്ഞാൽ ഫിക്സഡ് അസറ്റൊക്കെ. എന്തൊക്കെയാണ് ഫിക്സഡ് അസറ്റ്? നമ്മളെ ഈ ഫർണിച്ചർ, ബിൽഡിങ് ഇതൊക്കെ ഞാൻ വാങ്ങി വെക്കുന്നത് ഈ കൊല്ലം തന്നെ വിൽക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടല്ലല്ലോ, ഫ്യൂച്ചറിലും കൂടി ഉപകാരപ്പെടണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഞാനിതൊക്കെ വാങ്ങി വെക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്ര ആ ഒരു ഡീറ്റെയിൽ അറിഞ്ഞാൽ മതി. അസറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്ത്. ഓക്കെ, അടുത്തത് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ബാധ്യത. എന്തൊക്കെ ബാധ്യതകളാണ് ഉണ്ടാവുക? ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ബാധ്യത, കടത്തിന് ഞാൻ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ബാധ്യത, ഒക്കെ ലയബിലിറ്റിയാണ്. അപ്പോൾ ക്രെഡിറ്റേഴ്സ്, ബാങ്ക് ലോൺ, ഇതൊക്കെയാണ് ലയബിലിറ്റീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിൽ ലയബിലിറ്റി ഇതേപോലെ തന്നെ നോൺ കറണ്ട് ലയബിലിറ്റി ഉണ്ട്, 2 എണ്ണം ഉണ്ട്. നോൺ കറണ്ട് ഷോർട്ട് ടേം ആണെങ്കിലാണ് ഇതിനെ എന്ത് പറയുക, കറണ്ട് ലയബിലിറ്റി എന്ന് പറയാം. ലോങ് ടേം ആണെങ്കിൽ അതിന് നോൺ കറണ്ട് ലയബിലിറ്റി എന്ന് പറയും. ലോങ് ടേം എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 1 ഇയർ ആണ് ഉദ്ദേശിക്കുന്നത്, ഗ്രേറ്റർ ദാൻ 1 ഇയർ. അപ്പോൾ മേജറായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്ത് പോകുന്നുള്ളൂ. ബാക്കി നിങ്ങൾ ജസ്റ്റ് 1 ടൈം റീഡ് ചെയ്താൽ തന്നെ കാര്യം മനസ്സിലാവും. ഓക്കെ, അത്ര വലിയ ടഫുള്ള കാര്യമല്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അസറ്റ് ലയബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്. അസറ്റ് ലയബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അടുത്തത് ക്യാപിറ്റൽ ഇമ്പോർട്ടൻ്റ് ആണ്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂലധനം, മലയാളത്തിൽ മൂലധനം എന്ന് പറയും. ഞാൻ ഈ മലയാളം ഇടയ്ക്ക് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഈ ഇടയ്ക്ക് ഈ മലയാളം യൂസ് ചെയ്യുന്നത്. ബിസിനസ്സിലോട്ട് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്താണോ അതാണ് ക്യാപിറ്റൽ. എങ്ങനെ ബിസിനസ്സിലോട്ട് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്താണോ അതാണ് ക്യാപിറ്റൽ. അതെന്താ അങ്ങനെ? ബിസിനസ് തന്നെ അയാളെ ബിസിനസ്സല്ല, അപ്പോൾ അയാൾ ഇൻവെസ്റ്റ് ചെയ്യുക സെപ്പറേറ്റ്. അതങ്ങനെയാണ്. എങ്ങനെ? ബിസിനസ് വേറെ, ഓണർ വേറെ. ആ കൺസെപ്റ്റിന് നമ്മളൊരു പേര് വിളിക്കും, എൻറ്റിറ്റി കൺസെപ്റ്റ്. നെക്സ്റ്റ് ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാനുണ്ട്, അതപ്പോൾ പഠിക്കും. ആ കൺസെപ്റ്റ് കൊണ്ടാണ് ക്യാപിറ്റലിനെ അങ്ങനെയായിട്ട് പറയുന്നത്. ഓണർ വേറെ, ബിസിനസ് വേറെ. അപ്പോൾ ഓണർ എന്താണോ ബിസിനസ്സിലോട്ട് ഇടുന്നത്, ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതാണെന്ത്? ക്യാപിറ്റൽ. ഓക്കെ, സെയിൽസ് പറയേണ്ട ആവശ്യമില്ല, നിങ്ങളൊക്കെ കോമേഴ്സ് സ്റ്റുഡൻസ് ആണ്. സെയിൽസ് എന്താണ്? കച്ചവടം. റവന്യൂ, ഇൻകം, വരുമാനം. എക്സ്പെൻസ്, ചിലവാക്കുന്നതാണ് എക്സ്പെൻസ്. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ട് നമ്മൾ അസറ്റൊക്കെ പർച്ചേസ് ചെയ്യില്ല, അതിനൊക്കെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. പർച്ചേസ് ഓഫ് ഗുഡ്സ്, പർച്ചേസ് ഓഫ് മെഷീനറി, അതിനാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം. ഗെയിൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോഫിറ്റ് അല്ല, പക്ഷേ ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് കിട്ടുന്നതിനാണ് ഗെയിൻ എന്ന് പറയാം. പ്രോഫിറ്റ് അറൈസ് ഫ്രം ഈവൻ ട്രാൻസാക്ഷൻ എന്നൊക്കെ കിട്ടുന്നതിനാണ്, ഇതൊരു അസറ്റ് വിറ്റാലൊക്കെ കിട്ടുന്നതിനാണ് ഗെയിൻ എന്ന് പറയാം. നെക്സ്റ്റ് ലോസ്, നഷ്ടം. ഡിസ്കൗണ്ട് എന്ന് നമുക്കിപ്പോൾ കടയിലൊക്കെ പോയാൽ കിട്ടുന്ന സാധനം ഡിസ്കൗണ്ട്, സാധനത്തിന് വില കുറച്ച് കിട്ടുന്നതാണ് ഡിസ്കൗണ്ട്. വൗച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്യുമെൻ്ററി എവിഡൻസ്, ഇൻവോയ്സ് എന്നൊക്കെ ഉദ്ദേശിക്കുന്ന സാധനമാണ് വൗച്ചർ. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഗുഡ്സ് എന്താ? ഞാൻ റീസെയിൽ ചെയ്യാൻ വേണ്ടി, വിൽക്കാൻ വേണ്ടി വാങ്ങിച്ച് വെക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണ് ഗുഡ്സ്. മലയാളത്തിൽ ചരക്ക് എന്ന് പറയും. അപ്പോൾ ഞാൻ റീസെയിൽ തിരിച്ച് വിൽക്കാൻ വേണ്ടി ഞാൻ വാങ്ങുന്ന സാധനത്തിന് വിളിക്കുന്ന പേര് ഗുഡ്സ്. അതാണ് പർച്ചേസ് ഓഫ് ഗുഡ്സ് വാങ്ങി. സെയിൽ ഓഫ് ഗുഡ്സ് വിറ്റു. ഞാനൊരു ഫർണിച്ചർ കച്ചവടക്കാരനാണെങ്കിൽ എൻ്റെ ഗുഡ്സ് എന്താ? ഫർണിച്ചർ. ഞാനൊരു ചെരുപ്പ് കച്ചവടക്കാരനാണെങ്കിൽ എൻ്റെ ഗുഡ്സ് എന്താ? ചെരുപ്പ്. ഓക്കെ, അടുത്തത് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണോ ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നത്, എടുത്തു കൊണ്ട് പോകുന്നത്. ഓണറായ ഞാൻ ബിസിനസ്സിൽ നിന്ന് എടുത്തു കൊണ്ട് പോകുന്നതിനെ ഡ്രോയിങ്സ് എന്ന് പറയും. പർച്ചേസസ് എന്താണെന്നറിയാലോ, സാധനം വാങ്ങുന്നതിനെയാണ് പർച്ചേസസ് എന്ന് പറയുക. സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിച്ചമുള്ള ഗുഡ്സ് വിറ്റിട്ട് പർച്ചേസ് ചെയ്തു 100 ക്വാണ്ടിറ്റി, 80 ക്വാണ്ടിറ്റി ഞാൻ വിറ്റു, ബാക്കി 20 ക്വാണ്ടിറ്റി ഉണ്ട്. ആ 20 ക്വാണ്ടിറ്റിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സാധനം. നിങ്ങൾ കണ്ടിട്ടില്ല സ്റ്റോക്ക്, എൻ്റെ കടയിൽ ഇത്ര സ്റ്റോക്ക് ഉണ്ട്, എന്നുവെച്ചാൽ ബാക്കിയുള്ള സാധനമാണത്. വിൽക്കാൻ വേണ്ടിയാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഒരു പെർട്ടിക്കുലർ പീരീഡിൽ സ്റ്റോക്ക് എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പീരീഡിൽ കടയിലുള്ള സാധനമാണ് സ്റ്റോക്ക്. എന്നുവെച്ചാൽ വിറ്റിട്ടില്ല, സാധനം വാങ്ങി വെച്ചു, വിറ്റിട്ടില്ല. ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ സാധനം കടത്തിന് കൊടുക്കുകയാണെങ്കിൽ ആ കടത്തിന് കൊടുത്ത ആ ആളെ വിളിക്കുന്ന പേര് ഡെറ്റർ. അതെൻ്റെ അസറ്റാണ്. കാരണം എന്താ? അതിൻ്റെ അസറ്റാവുക, എനിക്ക് പൈസ അയാൾ തരാനുണ്ട്, അതുകൊണ്ട് അത് അസറ്റ്. അപ്പം ഞാൻ സാധനം കടത്തിന് ഒരു വ്യക്തിക്ക് വിൽക്കുകയാണെങ്കിൽ ആ ആളെ വിളിക്കുന്ന പേര് ഡെറ്റർ.
ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്രെഡിറ്റർ. ഞാൻ എന്ത് ചെയ്യുന്നു? പർച്ചേസ് ചെയ്യുന്ന കടത്തിന് പൈസ കൊടുത്തിട്ടില്ല, കടത്തിന് ഞാൻ പർച്ചേസ് ചെയ്യുന്നു, ഞാൻ അയാൾക്ക് ഇനി പൈസ കൊടുക്കണം. അപ്പോൾ അയാളെ വിളിക്കുന്ന പേര് ക്രെഡിറ്റർ. അതെൻ്റെ ലയബിലിറ്റി അല്ലേ, പൈസ കൊടുക്കാനുള്ളതല്ലേ, ബാധ്യതയല്ലേ ലയബിലിറ്റി. അത്രേ ഉള്ളൂ. ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞു. ഇതാ അത്രേ ഉള്ളൂ, സിമ്പിളാണ്. അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്നുള്ളത് ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് ജസ്റ്റ് മേലെ കൂടെ പോവാണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ. രണ്ടാമത്തെ ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഏതൊക്കെയാണ്? റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി. റിലയബിലിറ്റി, റെലവൻസ്, അണ്ടർസ്റ്റാൻഡബിലിറ്റി, കമ്പാരബിലിറ്റി. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണ്? ബിസിനസ് റെക്കോർഡ്സ്, പ്രോഫിറ്റ് ഓർ ലോസ്, ഫിനാൻഷ്യൽ പൊസിഷൻ, ഇൻഫർമേഷൻ ടു യൂസേഴ്സ്. അടുത്തത് ബിസിനസ് ബേസിക് അക്കൗണ്ടിങ് ടേംസ് ഏതൊക്കെയാണ്? അസറ്റ് അറിഞ്ഞിരിക്കുക, ലയബിലിറ്റി അറിഞ്ഞിരിക്കുക, ക്യാപിറ്റൽ അറിഞ്ഞിരിക്കുക, ഡ്രോയിങ്സ് അറിഞ്ഞിരിക്കുക, പർച്ചേസ് അറിഞ്ഞിരിക്കുക, സ്റ്റോക്ക് അറിഞ്ഞിരിക്കുക, സൺഡ്രി ഡെറ്റേഴ്സ് അറിഞ്ഞിരിക്കുക, ക്രെഡിറ്റേഴ്സ് അറിഞ്ഞിരിക്കുക. വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സ്പെൻസ്, ഇൻകം, ഇത്ര കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. ഡ്രോയിങ്സ്, സ്റ്റോക്ക്, പർച്ചേസ്, ഡെറ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ നമ്മളെ അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്റർ തീർന്നു. അടുത്ത നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകാം. അടുത്ത വീഡിയോയിൽ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുടെയൊക്കെ എത്തിക്കുക. അപ്പോൾ ഞാൻ അധികം ആൾക്കാർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് പ്ലസ് വണ്ണിൽ. അപ്പോൾ എല്ലാവർക്കും എത്തിച്ചു കൊടുക്കുക. നമുക്ക് ഈസി ആയിട്ട് റിവിഷൻ പോലെ സിമ്പിളായിട്ട് തീർത്തു പോകാം ഓരോ ചാപ്റ്റർ. വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഓരോ ചാപ്റ്റർ നമ്മൾ ഒരു ഡേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ കിട്ടണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ കൂടുതലായിട്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് അപേക്ഷിക്കുന്നൊന്നുമില്ല, നിങ്ങൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓപ്പൺ ആക്കിയിട്ട് കമൻറ്റുകൾ, നിങ്ങളെ ഡൗട്ടുകൾ കമൻറ്റായിട്ട് കൊടുക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്ക് ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് കാണിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങളെ ഡൗട്ടുകൾ അത് ക്ലിയർ ചെയ്യണം. ഒക്കെ ഞാൻ അവരുടെ ഡൗട്ടുകൾ വരികയാണെങ്കിൽ അത് ഒരു കംപ്ലീറ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇടാൻ തയ്യാറാണ്. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ആ ഡൗട്ടിൻ്റെ ഡിപ്ലൈ ആയിട്ട് ഞാൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും എത്തിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. അതാണ് ഏറ്റവും വേണ്ടത്. മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക. ഒരുപാട് കുട്ടികൾ ഇത് കഷ്ടപ്പെടുന്നുണ്ട് ഈ ചാപ്റ്ററുകളൊന്നും അറിയാഞ്ഞിട്ട്. നമുക്കൊരു റിവിഷൻ സെഷൻ എന്നുള്ള രീതിയിലാണ് പ്ലസ് വണ്ണുള്ള പ്ലേ ലിസ്റ്റിലാണ് ഇട്ടിട്ടുള്ളത്. അതിൽ ഫുൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് പ്ലസ് വൺ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, കൊമേഴ്സിൽ അക്കൗണ്ടൻസി. ഓക്കെ. മറ്റ് സബ്ജക്റ്റുകളൊന്നും തൽക്കാലം ചെയ്യുന്നില്ല, വേണമെങ്കിൽ മറ്റ് സബ്ജക്റ്റുകളും ചെയ്യാം. അപ്പോൾ എനിക്ക് ടൈം ലൈൻ അനുസരിച്ച് ഞാൻ ചെയ്യും. നിങ്ങളുടെ റെസ്പോൺസ് അനുസരിച്ച് ഞാൻ ചെയ്യുന്നത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ. സോ സൈനിങ് ഓഫ്, ബൈ.